കൊല്ലം കുന്നത്തൂരിൽ CPIM-ൽ പൊട്ടിത്തെറി. ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം 50-ലധികം പേർ പാർട്ടി വിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് K. വത്സലകുമാരി അടക്കമുള്ളവരാണ് പാർട്ടി വിട്ടത്. സലീം മാലിക് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സലീം, എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് പാർട്ടി വിട്ടവർ വിശദീകരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് എത്താൻ ആലോചനയുണ്ടോ സലീം മാലിക്? ശ്രീജിത്ത്, നിലവിൽ ഈ കൊല്ലം കുന്നത്തൂരിൽ നിന്നും ഈ CPIM-നുള്ള ഈ പ്രശ്നം അത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തുടങ്ങിയതാണ്. നിലവിൽ അവർ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നില്ല. പകരം ഈ ഇന്നത്തെ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. ആ ഭൂരിപക്ഷമുള്ളയാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവും ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. 50-ലധികം പേരും അവരുടെ കുടുംബവുമാണ് പാർട്ടി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിമതരായി നിൽക്കുന്നവർ പറയുന്നത്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് K. വത്സലകുമാരിയുടെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി വിട്ടത്. കുന്നത്തൂർ പഞ്ചായത്തിലെ തന്നെ പുത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിന് കാരണം. പാർട്ടി വിട്ട ആദർശ് യശോധരനാണ് ഈ വിഭാഗത്തിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ളയാളെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.